നിലമ്പൂരിൽ പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ കൂട്ടിക്കഴിച്ച് മുന്നണി നേതാക്കൾ. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. വിജയമല്ല, ഭൂരിപക്ഷം എത്ര എന്ന ചർച്ചയിലാണ് അവർ. കുറഞ്ഞ ഭൂരിപക്ഷം 15,000 ലഭിക്കുമെന്നാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. VD സതീശൻ ഇക്കാര്യം ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. 15,000-ൽ കുറയാത്ത ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോൾ സർക്കാരിനെതിരായ വികാരം കൂടി ആഞ്ഞടിക്കുമ്പോൾ ഇനിയും ഭൂരിപക്ഷം കൂടുമെന്നും ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും VD സതീശൻ പറയുന്നു. ഇക്കാര്യം എഴുതി വെച്ചോ എന്നുമാണ് നേതാക്കൾ ആവശ്യത്തോടെ പറയുന്നത്. കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ മുന്നണികളിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതാണ് UDFന്റെ പ്രതീക്ഷ ഇരട്ടിയാക്കിയിരിക്കുന്നത്. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് LDF ശ്രമിക്കുന്നത്. പാർട്ടി സമ്മേളനത്തിൽ വ്യത്യസ്തമായ നേതാക്കളുടെ ചിത്രം വെച്ചു. ഇടതുപക്ഷവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരുടെ ചിത്രങ്ങളാണ് ഉപയോഗിച്ചത് എന്നും നിലമ്പൂരിൽ ഇസ്രായേലിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും UDF നേതാക്കൾ വിമർശിച്ചിട്ടുണ്ട്. അതേസമയം 2026-ലേക്കുള്ള ചൂണ്ടുപലകയായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. PV അൻവർ അടക്കമുള്ള അപ്രസക്തരായിരിക്കും. UDFന്റെ ഭൂരിപക്ഷം 15,000 മുതൽ 20,000 വരെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം നിലമ്പൂരിൽ നേടുമെന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൾ ഹമീദ് MLA പറഞ്ഞത്. UDF, LDF, SDPI, BJP പ്രവർത്തകർ കൊട്ടിക്കലാശം ആഘോഷമാക്കിയപ്പോൾ PV അൻവറിനെയും അനുയായികളെയും അവസാന നിമിഷത്തെ ബഹളത്തിൽ കണ്ടില്ല. അദ്ദേഹം ഇന്നും വോട്ടർമാരെ കാണുന്ന തിരക്കിലാണ്. ഞങ്ങളുടെ ശക്തി പ്രകടനം 23-ന് കാണാം എന്നാണ് അൻവർ പറഞ്ഞത്. 75,000-ൽ കുറയാത്ത വോട്ട് താൻ പിടിച്ചിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. LDF, UDF വോട്ട് ചോരുകയും ചെയ്യും. അതായത് 75,000-ൽ കുറയാത്ത വോട്ടുകൾ തനിക്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തൊട്ടടുത്ത സ്ഥാനാർത്ഥിയുടെ വോട്ട് അന്ന് പരിശോധിച്ചാൽ തന്റെ ഭൂരിപക്ഷവും വ്യക്തമായിരിക്കും. LDF-ൽ നിന്നും 35-40% വോട്ട് തനിക്ക് കിട്ടും. UDF-ൽ നിന്നും 25-30% വോട്ടും തനിക്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു പ്രശ്നവുമില്ല. തോറ്റവരെല്ലാം രാഷ്ട്രീയം നിർത്തിയ ചരിത്രമുണ്ടോ? ഇല്ല. മലയോര കർഷകരുമായി അതിശക്തമായി മുന്നോട്ട് വരുമെന്നാണ് അൻവർ പറഞ്ഞത്. 2021-ൽ പഞ്ചായത്തുകളിൽ ലഭിച്ച ഭൂരിപക്ഷം 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലങ്ങളിൽ 5 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും LDF ആയിരുന്നു മുന്നിൽ നിന്നത്. എന്നാൽ UDF 2 പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്തു. നിലമ്പൂർ നഗരസഭയിൽ ഇടതുപക്ഷം 1527 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. വഴിക്കടവ് പഞ്ചായത്തിൽ LDFന്റെ ലീഡ് 35 വോട്ടായിരുന്നു. എടക്കരയിൽ 12 വോട്ടുകളാണ് ഇടതുപക്ഷം ലീഡ് ചെയ്തത്. പോത്തുംകല്ല് പഞ്ചായത്തിൽ LDF 506 വോട്ട് ലീഡ് ചെയ്തു. മുത്തേടം പഞ്ചായത്തിൽ 2331 വോട്ടുകൾക്ക് UDF ആണ് ലീഡ് ചെയ്തത്. ചുങ്കത്തറയിൽ UDF 314 വോട്ടിന് മുന്നിലായിരുന്നു. കരുളായിൽ LDFന് ഭൂരിപക്ഷം 1449 വോട്ടായിരുന്നു. അമരമ്പലം പഞ്ചായത്തിൽ ഇടതുപക്ഷം 1492 വോട്ടുകളിൽ ഭൂരിപക്ഷം നേടിയിരുന്നു. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ വിജയം സുനിശ്ചിതമാണെന്നാണ് മുൻ MLA-യും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ PV അൻവർ അവകാശപ്പെടുന്നത്. നിലമ്പൂരിലെ യഥാർത്ഥ കലാശക്കൊട്ട് 19-നാണ് നടക്കുക. ഇന്ന് നടക്കുന്ന കലാശക്കൊട്ടിലേക്ക് പോകാതെ പ്രവർത്തകർ വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ കലാശം എന്നാണ് അദ്ദേഹം പറയുന്നത്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല. തനിക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് പറയുകയല്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. LDFന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്വരാജിന് 35,000 വോട്ടേ പരമാവധി കിട്ടുകയുള്ളൂ. തനിക്ക് 75,000 വോട്ടുകൾ നേടാനാകുമെന്നാണ് PV അൻവർ അവസാന നിമിഷം അവകാശപ്പെടുന്നത്. LDFും UDFും കിറ്റുകൾ വിതരണം ചെയ്യുന്നു. LDF മണ്ഡലത്തിൽ വലിയ തോതിൽ പണം ഇറക്കുന്നുണ്ട്. തന്നെ ഷൗക്കത്ത് വിരോധിയാക്കി ചിത്രീകരിക്കാൻ UDFിലെ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുകയാണ്. ആര്യാടൻ എല്ലാ കാലത്തും കാലുവാരൽ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് VA കരീം 2010-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റത് ആര്യാടൻ മുഹമ്മദ് കാലുവാരിയത് കൊണ്ടാണ്. ഷൗക്കത്ത് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് VV പ്രകാശിന്റെ വീട്ടിലേക്ക് പോകാത്തതെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതേസമയം മറുവശത്ത് LDFും UDFും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാക്കുകയാണ്. ജനങ്ങൾക്ക് വെറുപ്പ് മാത്രം നൽകിയ ഒരു നാണംകെട്ട സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായതെന്നാണ് KC വേണുഗോപാൽ വിമർശിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ കേരളത്തിൽ 8,000 വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി. 1000-ഓളം മനുഷ്യർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
ഓരോ പ്രാവശ്യവും കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ എണ്ണമെടുക്കാൻ മാത്രമായി എന്തിനാണ് ഒരു സർക്കാർ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരമില്ലാത്ത ഒരു മന്ത്രിയാണ് വനം വകുപ്പ് ഭരിക്കുന്നത്. ലൈഫ് ഇല്ലാതാകുന്ന മിഷനായി ലൈഫ് മിഷൻ ഈ സർക്കാർ മാറ്റിയിരിക്കുകയാണ്. വീടില്ലാത്തവർക്ക് വീട് നൽകണമെന്ന മോഹം മാത്രമാണ് സർക്കാർ നൽകിയത്. വീട് നൽകാൻ ഇവർ തയ്യാറായിട്ടുമില്ല. 3 ദിവസം നിലമ്പൂരിൽ ഉണ്ടായിട്ടും കൂരിയാട് ഭാഗത്ത് തകർന്ന റോഡൊന്നു പോയി നോക്കാൻ മുഖ്യമന്ത്രി മനസ്സ് കാണിച്ചിട്ടില്ല. മലപ്പുറത്ത് പിടിക്കുന്ന കള്ളപ്പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ഡൽഹിയിൽ പോയി പറഞ്ഞയാളാണ് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ഒരു ജില്ലയെ ഇതുപോലെ അപമാനിച്ച ഒരു മുഖ്യമന്ത്രി മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ശക്തമായി ഉയർത്തിയിരിക്കുന്നത്. സിവിൽ സപ്ലൈ കോർപ്പറേഷനിൽ പോലും സാധനങ്ങൾ കിട്ടുന്നില്ല. ഉള്ള സാധനങ്ങൾക്കാണെങ്കിൽ വില കൂട്ടിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ജനം ബുദ്ധിമുട്ടുകയാണ്. സാധാരണക്കാരന്റെ ക്ഷേമനിധി പെൻഷനോ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ നൽകിയിട്ടില്ല. ഒടുവിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത് 20-ാം തീയതി പെൻഷൻ നൽകുമെന്നാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണോ ഈ പെൻഷൻ വിതരണം ചെയ്യേണ്ടത്? അവർക്ക് മാസം മാസം കൃത്യമായി നൽകുന്നുണ്ടോ? അതിന് സർക്കാർ മുൻഗണന നൽകുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുകയാണ്. മറ്റെല്ലാ ദൂരത്തിനും പണമുള്ള സർക്കാരിന് ആശാപ്രവർത്തകർക്ക് ശമ്പളം നൽകാൻ പണമില്ല. നാട്ടിൽ മയക്കുമരുന്നും വീടുകളിൽ അശാന്തിയും വർദ്ധിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്നും KC വേണുഗോപാൽ ആരോപിച്ചു.